വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉണ്ടാക്കി കേരളത്തിൽ താമസിച്ച 2 ബംഗ്ലാദേശ് പൗരന്മാർ പിടിയിൽ. MD ഖഫീത്തുള്ള, MD സോഹിറുദ്ദീൻ എന്നിവരാണ് പിടിയിലായത്. വട്ടിയൂർക്കാവ് പോലീസാണ് ഇവരെ പിടികൂടിയത്. AV ജയശങ്കർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ജയശങ്കർ, എങ്ങനെയാണ് ഇവർ കേരളത്തിൽ കഴിഞ്ഞുകൂടിയത്? എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുകയായിരുന്നു, പിന്നെ എങ്ങനെയാണ് ഇവർ പിടിയിലായത്? അതായത് ഗോകുൽ, പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ 6 വർഷത്തോളമായി 2 ബംഗ്ലാദേശി പൗരന്മാരും കേരളത്തിൽ തന്നെയാണ് താമസിച്ചു വന്നിരുന്നത്. ഇവരുടെ കയ്യിൽ വ്യാജ പാൻ കാർഡും ആധാർ കാർഡും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. രഹസ്യാന്വേഷണ വിഭാഗത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ 2 പേരെ കുറിച്ചുള്ള ഒരു വിവരം ലഭിക്കുന്നത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ 2 പേരും ഇന്ത്യൻ പൗരന്മാരല്ല, വിദേശികളാണെന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി 2 പേരെയും, ഖഫീത്തുള്ളയെയും സോഹിറുദ്ദീനെയും പോലീസ് കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തു. അങ്ങനെയാണ് ഇവർ പോലീസിനോട് കുറ്റം സമ്മതിച്ചത്. ഇവരുടെ ബാങ്ക് ഇടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് ഇവർ ഇന്ത്യൻ പൗരന്മാരല്ല എന്ന തരത്തിൽ നിഗമനത്തിലെത്തിയത്. ഇവരുടെ ആധാർ കാർഡ് ഉൾപ്പെടെ ബംഗ്ലാദേശ് പൗരന്മാരുടെ ആധാർ കാർഡ് ഉൾപ്പെടെ ഈ ബംഗാളിൽ നിന്നുള്ള തിരിച്ചറിയൽ രേഖകൾ വെച്ചായിരുന്നു ഇവർ ഉണ്ടാക്കിയിരുന്നത്. അവിടുത്തെ അഡ്രസ്സും മറ്റുമാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. എന്തായാലും ഇവർക്കെതിരെ ഭാരതീയ ന്യായ സംഹിത, ഒപ്പം തന്നെ ഫോറിൻ ആക്ട് ഉൾപ്പെടെ വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ വട്ടിയൂർക്കാവിലെ സൂര്യാനഗറിൽ നിന്നാണ് ഈ ഇരുവരെയും പിടികൂടിയത്. 6 വർഷത്തോളമായി ഇവർ കേരളത്തിലും രാജ്യത്തെ പല ഭാഗങ്ങളിലുമായി വിവിധ ജോലികൾ ചെയ്ത് ജീവിക്കുകയായിരുന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇവർ മറ്റേതെങ്കിലും തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് നിലവിൽ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും 2 പേരുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും തുടർ നടപടികൾ വട്ടിയൂർക്കാവ് പോലീസ് സ്വീകരിച്ചു. ഗോകുൽ, AV ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.